ന്യൂസും സമകാലിക സംഭവങ്ങളും ഓൺലൈനായി സ്ഥിരമായി പങ്കുവെക്കുന്ന ഉപഭോക്താക്കൾക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കും നിയന്ത്രണം വരുന്നു. ഡിജിറ്റൽ വാർത്താ പ്രസാധകർക്ക് ബാധകമായ എല്ലാ ചട്ടങ്ങളും ഇനി ഇവർക്കും ബാധകമാകും. 2021 IT ചട്ടത്തിൽ ഭേദഗതി വരുത്തി ഇത് സംബന്ധിച്ച് കരട് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ ഡിലീറ്റ് ചെയ്യാനും മാറ്റം വരുത്താനും അടിയന്തരമായി പോസ്റ്റ് തടയാനും ഇതിലൂടെ സാധിക്കും. ഡിജിറ്റൽ മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ ബാധകമായ പരാതി പരിഹരണത്തിനുള്ള സംവിധാനം, കണ്ടന്റിന് മേലുള്ള തുടർ നടപടികളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇനി നേരിടണം. ഉള്ളടക്കത്തിൽ പ്രശ്നമുണ്ടെന്ന് കണ്ടാൽ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന് അത് നീക്കം ചെയ്യാൻ ഉത്തരവിടാം. മുന്നറിയിപ്പ് നൽകുന്നതിനും ക്ഷമാപണം ആവശ്യപ്പെടാനും സാധിക്കും. തിങ്കളാഴ്ചയാണ് കരട് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത്. ഏപ്രിൽ 14 വരെ അഭിപ്രായങ്ങൾ സമർപ്പിക്കാം. സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വലിയ തോതിൽ നിയന്ത്രണമില്ലാത്തവയാണ്. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോ ഉപഭോക്താവോ ചെയ്യുന്ന വാർത്തയുടെയോ ഉള്ളടക്കത്തിന്റെയോ പേരിൽ പരാതി ലഭിച്ചാൽ IT ചട്ടം അനുസരിച്ച് രൂപീകരിക്കുന്ന ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കമ്മിറ്റി അത് പരിശോധിക്കും. അവർക്ക് അതിന്മേൽ സർക്കാരിനോട് നടപടിക്ക് ശുപാർശ ചെയ്യാൻ പറ്റും. ഉള്ളടക്കം മാറ്റാനും പ്രസിദ്ധീകരിക്കുന്ന ഉള്ളടക്കത്തോടൊപ്പം അറിയിപ്പ് നൽകാനും ശുപാർശ ചെയ്യാം. സർക്കാരിന് ഇക്കാര്യം ബോധ്യമായാൽ നടപടിയും എടുക്കാം. അക്കൗണ്ട് മുഴുവനായി ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. പരാതിക്ക് കാരണമായ കണ്ടന്റ് മാത്രമേ നീക്കാൻ കഴിയുള്ളൂ. പരാതിക്ക് പുറമെ വാർത്താ വിതരണ മന്ത്രാലയം നേരിട്ട് കൈമാറുന്ന വിഷയങ്ങളും കമ്മിറ്റിയുടെ പരിഗണനയിൽ വരാൻ സാധ്യതയുണ്ട്. IT നിയമത്തിലെ സെക്ഷൻ 69A പ്രകാരം ബ്ലോക്ക് ചെയ്യാനുള്ള അധികാരം IT മന്ത്രാലയത്തിന് പുറമെ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിനും നൽകണമെന്നും ഒപ്പം ആഭ്യന്തര, പ്രതിരോധ, വിദേശകാര്യ മന്ത്രാലയങ്ങൾക്കും നൽകാൻ ആലോചനയുണ്ട്. ഇക്കാര്യത്തിൽ മന്ത്രാലയങ്ങൾ പ്രതികരണം നടത്തിയിട്ടില്ല. IT ചട്ടമനുസരിച്ച് ഒരു കണ്ടന്റ് നീക്കം ചെയ്താൽ അത് 180 ദിവസത്തേക്ക് കമ്പനികൾ സൂക്ഷിച്ചു വെക്കണം. ഇതോടൊപ്പം മറ്റേതെങ്കിലും നിയമപ്രകാരം ഇതിൽ കൂടുതൽ കാലം ഉള്ളടക്കം സൂക്ഷിച്ചു വെക്കണമെങ്കിൽ അതും ഭേദഗതിയിൽ ഉൾപ്പെടുത്താം.